ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. കോഴിക്കോട് എൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അതിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതായിരുന്നു. നമ്മൾ ആദ്യം പുളിമൂട്ടിൽ സിൽക്സിലേക്കാട്ടോ പോയത്. ഞങ്ങളുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. കല്യാണപ്പെണ്ണിൻ്റെ കുറേ ഡാൻസും ഒരു പാട്ടും ഒക്കെ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും എല്ലാവരും പോയി ഫുൾ അത് കാണാൻ നോക്കണേ. നമ്മൾ ആദ്യം ഹൽദിക്കുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ നോക്കിയത്. ഞങ്ങൾ ഒരുപാട് നോക്കിയിട്ട് നമുക്ക് ഹൽദിക്കായിട്ടുള്ളൊരു മഞ്ഞ ഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫംഗ്ഷൻ്റെ അന്നിടാനായിട്ടുള്ള ഡ്രസ്സ് എടുത്തു. ഇതല്ല കേട്ടോ നമ്മൾ എടുത്തത്. നമ്മൾ ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കുമായിരുന്നു ചെയ്തത്. ആദ്യം പൊന്നാച്ചിക്കായിരുന്നു കേട്ടോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പൂസിനും ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തു. ശേഷം ഞാൻ എനിക്കൊരു ചുരിദാർ നോക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ വേറെ സെക്ഷനിലേക്ക്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒന്നും സെറ്റായി കിട്ടിയില്ലായിരുന്നു. ഞങ്ങൾ കുറേ നോക്കിയായിരുന്നു, ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല കേട്ടോ. അപ്പൂസിനും പൊന്നാച്ചിക്കും ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു ഡ്രസ്സ് എടുത്തിരുന്നത്. ഇക്കാക്കും എനിക്കും വേറെ കടയിൽ നിന്നും ആട്ടോ എടുത്തത്. അപ്പൂസിൻ്റെയും പൊന്നാച്ചിൻ്റെയും ഉടുപ്പിനെ കൈ പിടിപ്പിക്കാനുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കൈ പിടിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളത് കൈ പിടിപ്പിക്കാനായിട്ട് കൊടുത്ത് വേറെ കടയിലേക്ക് പോവാട്ടോ എനിക്ക് എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയത് തൊടുപുഴയിൽ തന്നെയുള്ള മഹാറാണി വെഡ്ഡിങ് കളക്ഷനിലേക്കായിരുന്നു. ഇവിടെ കടയിലേക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പുളിമൂട്ടിലേക്ക് തന്നെ പോയി നമ്മൾ മേടിച്ച് വെച്ച ഡ്രസ്സൊക്കെ എല്ലാം കൈയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം മേടിക്കാനായിട്ട് നമ്മൾ വീണ്ടും കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബില്ലൊക്കെ അടച്ച് ഡ്രസ്സ് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ കവറൊക്കെ പൊട്ടിച്ച് ഇത് തന്നെയല്ലേ ഡ്രസ്സെന്നൊക്കെ കാണിച്ചു തന്നിട്ട് എല്ലാം പാക്ക് ചെയ്ത് തന്നു വേഗം തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആദ്യം ജുഡിയിലേക്ക് പോയി. ജുഡിയുടെ ഇപ്പുറം തന്നെയായിരുന്നു ട്രെൻഡ്സ് ഉണ്ടായിരുന്നതും. പിന്നെ അവിടെയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ പോയിട്ടും കാര്യമായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 4-5 കട തൊടുപുഴയിൽ അന്ന് കയറി. ഞായറാഴ്ച ദിവസം ഒത്തിരി കട ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കിട്ടിയില്ലായിരുന്നു. ഫംഗ്ഷൻ്റെ അന്നത്തേക്ക് ഇടാനുള്ള ഡ്രസ്സാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ തലേന്നത്തേക്കുള്ള ഡ്രസ്സ് പിന്നെ വേറൊരു ദിവസമായിട്ട് ഞങ്ങൾ പോയി എടുത്തത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അതും കൂടെ ചേർക്കുമ്പോൾ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ട് ഞാനത് ഉൾക്കൊള്ളിച്ചിട്ടില്ലായിരുന്നു. ഡ്രസ്സ് എടുക്കലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഈസി എന്ന് പറയുന്ന കടയിലേക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ചെരുപ്പൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ. കടയുടെ അകം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ശേഷം ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുമായിരുന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡ്രീംസ് കളക്ഷൻസിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫാൻസി ഐറ്റംസും കുട്ടികൾക്ക് 2 ഗിഫ്റ്റൊക്കെ മേടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ആയിട്ട് പോയതായിരുന്നു. ഞങ്ങളിവിടെ പോകുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ള കടയാട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ്. ഞങ്ങൾ സ്ഥിരം പോകുന്ന കടയുമാണ് ഇത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തായി പോകും. ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വന്നായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ രാത്രിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.